ഹലോ, അപ്പോൾ എല്ലാവർക്കും കഡ്ലി കപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ടൈപ്സ് ബോസാണ് കാണിക്കുന്നത്. നമുക്ക് ഡ്രസ്സിലും ഹെയർ ബോലും പിന്നെ ബാഗിലൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സാറ്റിൻ റിബണിൻ്റെ ബോസാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഈ 3 ലെയറിൻ്റെയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ളതാണോ ചെറുതാണോ വലുതാണോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ആ മെഷർമെൻറ്റിനനുസരിച്ച് നിങ്ങൾ ആദ്യമേ ഫോൾഡ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. പിന്നെ ഇതേപോലെ നടുക്ക് ഒരു ത്രെഡ്, സാധാ തയ്യൽ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ കെട്ടിട്ടേക്കുന്നത്. പിന്നെ താഴത്തേക്ക് വേണ്ട ലെങ്ത്തും വാല് പോലെ കിടക്കണതിൻ്റെ ലെങ്ത്തും നിങ്ങളുടെ ഇഷ്ടത്തിനാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ അതും നടുക്ക് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ സാറ്റിൻ റിബൺ ആയതുകൊണ്ട് എപ്പോൾ എടുത്താലും നിങ്ങൾ അതിൻ്റെ തുമ്പ് ഉരുക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫെദർ സ്റ്റിക്കിന് വേണ്ടി യൂസ് ചെയ്ത പോലെയും ഒരു വലിച്ച മൊത്തം അങ്ങോട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഉരുക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. പിന്നെ അത് ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ 3ാമത്തെ സ്റ്റെപ്പാണ് ഈ നടുഭാഗത്ത് കവർ ചെയ്യണത്. അത് ജസ്റ്റ് 2 സൈഡും ഉരുക്കിയിട്ട് നമ്മൾ നടുക്ക് ഗ്ലൂ തേച്ചിട്ട് ചുറ്റും ഒട്ടിച്ചു കൊടുക്കലാണ്. അത്രയേ ഉള്ളൂ. സംഭവം നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. നമുക്ക് തന്നെ ഒന്ന് പ്രൗഡ് ചെയ്യുക, എന്ത് രസമാണ് നമ്മൾ ഉണ്ടാക്കിയല്ലോ എന്നുള്ളത്. എനിക്ക് ആ മൊമെൻറ്റ് ഫീൽ ചെയ്തു, അത് ഞാൻ ഷെയർ ചെയ്തതാട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ അമർത്താനും മറക്കരുതേ. ഇത് 2ാമത്തതിന് ഞാൻ വീതി കുറഞ്ഞ സാറ്റിൻ റിബണാണ് എടുത്തേക്കുന്നത്. ഞാനിത് പണ്ട് ചെയ്തിട്ടുള്ളത്, നമ്മളിങ്ങനെ വലിക്കുമ്പോൾ സ്പ്രിങ് പോലെ വരുന്ന ഒരു മെറ്റീരിയലുണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് സാറ്റിൻ റിബണിൽ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ മടക്കുമ്പോൾ ബെൻഡൊന്നും നമുക്ക് കാണില്ല. ഇത് ഇത്തിരി ഹാർഡായിരുന്നു സംഭവം. പിന്നെ നടുഭാഗം ഇങ്ങനെ 2 സൈഡിൽ ചെറുതായിട്ട് വെട്ടി നമ്മൾ നടുക്ക് ഒരു കട്ടിയുള്ള ട്വിഗോ അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രെഡിൻ്റെ കപ്പം കിട്ടില്ലേ, അതൊന്ന് നടുക്ക് വാങ്ങിച്ചിട്ട് ചുറ്റി കൊടുത്താൽ മതി. ബാക്കിയൊക്കെ എളുപ്പമാണ്. പിന്നെ ഇതിന് എനിക്ക് കുറച്ചും കൂടി ഇത് കൂട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ ഓക്കെ, അൽഹംദുലില്ലാ സംഭവം സെറ്റായിരുന്നു. അപ്പോൾ ഇത് വലിക്കേണ്ടത് ഒരു സൈഡ് തന്നെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതിക്ക് ഫുള്ള് തീർത്തിട്ട് വേണം നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഒരു ബഞ്ച് പോലെ കിട്ടും. ഒരെണ്ണം തന്നെ വെച്ചാൽ അടിപൊളിയാണ് നമ്മുടെ ഗിഫ്റ്റ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ഈ ഫോട്ടോ സെഷനിൽ കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇത് എൻ്റെ കുഞ്ഞ് ഫോട്ടോ സെഷനാണ്. അപ്പോൾ ഇതിൽ 3ാമത് കാണിക്കുന്ന ബോയിൻ്റെ ലിങ്ക് ഞാൻ മേലെ ഇടാം. ഞാൻ ഓൾറെഡി ഇട്ട വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.